ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാനിന്ന് ചുമ്മാ നിങ്ങൾ എൻ്റെ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞപ്പം എൻ്റെ ചെറിയൊരു അനുഭവം പറയാമെന്ന് വെച്ചാൽ, അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ വന്ന് എങ്ങനെയൊക്കെ ബൈക്ക് മര്യാദയ്ക്ക് ഓടിച്ചിട്ടുണ്ടെടുക്കുക, എന്തൊക്കെ വേണം, നമ്മൾ ബൈക്കും കൊണ്ടൊക്കെ വരുമ്പോൾ എന്തൊക്കെ വേണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പോന്നപ്പം ബോർഡർ കിടക്കാനായിട്ട് ഇ പാസ് എന്ന് പറഞ്ഞ സാധനം വേണ്ടി വന്നു. തമിഴ്നാട് വഴിയാണ് വന്നത്. അപ്പം TN ഇ പാസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സാധനം ഗൂഗിളിൽ നിന്ന് കിട്ടും. ഗൂഗിളിൽ നമുക്ക് നിസ്സാര ഡീറ്റെയിലുകളൊക്കെ കൊടുത്താൽ മതി. വണ്ടി നമ്പർ, കൂടെ പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം നമുക്കതിന് ചെയ്യാവുന്നുള്ളൂ. ഫോണിൽ തന്നെ ചെയ്യാവുന്നുള്ളൂ. ഫോണിൽ അതിൻ്റെ PDF കോപ്പി ഉണ്ടായാൽ മാത്രം മതി. പിന്നെ ഈ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, വണ്ടിയുടെ പേപ്പേഴ്സ് എല്ലാം പക്കയായിരിക്കണം. പക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേപ്പേഴ്സിന് ഒന്നും ഒരു കുറവുണ്ടാവരുത്. ഇൻഷുറൻസ്, ടാക്സ്, പൊല്യൂഷൻസ് ഇതെല്ലാം മസ്റ്റായിരിക്കണം. പിന്നെ നിസാര കാര്യങ്ങൾക്ക് വരെ നമ്മൾ മാസ്കൊക്കെ വെക്കാതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പം പെറ്റി അടിച്ചിരിക്കും. കാരണം മൂക്കിന് മൂലിക്ക് എല്ലാം ഉമ്മാര് നിൽക്കുമോ, ഒരു രക്ഷയില്ല. മാസ്ക് വെക്കാതെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഹെൽമെറ്റ് ഇല്ലാതെ, രണ്ടുപേരാണെങ്കിൽ രണ്ടുപേർക്കും മസ്റ്റായിട്ട് ഹെൽമെറ്റ് ഉണ്ടാവണം. പിന്നെ രണ്ടുപേർക്കും മസ്റ്റായിട്ട് ഹെൽമെറ്റും മാസ്കും എല്ലാം മസ്റ്റാണ്. കാരണം എല്ലായിടത്തും പോലീസുകാരാണ്. ചെക്കിങ് ഒരു രക്ഷയില്ലാതെ ചെക്കിങ്ങാണ്. എവിടെ ഇട്ട് വേണേലും പിടിക്കാം. നമ്മൾ ഇടവഴിയിലും നമ്മൾ എവിടെയൊക്കെ തിരിഞ്ഞാലും അവിടെയൊക്കെ പോലീസ് ഉണ്ടാകും. രാത്രി ആണെങ്കിലും അന്നും എല്ലായിടത്തും ഉണ്ട്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ പൈസ ചോദിക്കും. ഇപ്പം നമ്മുടെ വണ്ടി പിടിച്ചു കഴിയുമ്പം എന്തെങ്കിലും ചെറിയ ഫോൾട്ട് കണ്ടെത്തി. ഇപ്പോൾ എനിക്ക് വന്നപ്പോൾ പണി കിട്ടിയതെന്ന് പറഞ്ഞാൽ നമ്പർ പ്ലേറ്റിലായിരുന്നു. നമ്പർ പ്ലേറ്റ് നല്ല ബോൾഡായിട്ട് ഭയങ്കര വലുതായിട്ടായിരുന്നു അടിച്ചായിരുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഒരു പോലീസുകാരൻ പറഞ്ഞു, ഇത് പറ്റത്തില്ല, ഇതിന് 500 രൂപ ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നുള്ളായിരുന്നു. അപ്പോൾ കൂടെ ഒരാളുണ്ടായിരുന്നുകൊണ്ട് പുള്ളി പറഞ്ഞു പൈസ അടയ്ക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പൈസ എടുത്ത് കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ പുള്ളി പറഞ്ഞു പൈസ അടയ്ക്കത്തില്ല. എന്നോട് പറഞ്ഞു പൈസ അടയ്ക്കണ്ട, വണ്ടിയുടെ താക്കോലും കയ്യിൽ ഊരി കൈ പിടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ താക്കോലും ഊരി കൈ പിടിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, പോലീസുകാരൻ പറഞ്ഞു പൈസ അടയ്ക്കണം, 500 രൂപ അടച്ചില്ലെങ്കിൽ കേസാക്കും, കോടതിയിൽ പോകേണ്ടി വരും, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. കൂടെയുള്ള പുള്ളി പൈസ അടയ്ക്കില്ലാന്നും പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ചുറ്റും പുറം എല്ലാം പോലീസ്, ഇഷ്ടംപോലെ പോലീസാണ്. അപ്പോൾ അങ്ങനെ പൈസ അടയ്ക്കില്ലാന്ന് പറഞ്ഞു. അപ്പം കോടതിയിൽ പോകേണ്ടവരും കേസാകും. പുള്ളി വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കില്ലാന്ന് പറഞ്ഞപ്പോൾ പുള്ളി പിന്നെയും ഒരു 200 രൂപയിലേക്കാക്കി. ലേലം വിളി പോലെയായിരുന്നു. 200 രൂപയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം അതും തരത്തില്ല എന്ന് പറഞ്ഞു. കാരണം നമ്മുടെ പേപ്പറെല്ലാം പക്കയായിരുന്നു. പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ആ ഒരൊറ്റ കാര്യം കൊണ്ട് അവന്മാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതും തരത്തില്ല എന്ന് പറഞ്ഞു. അത് കുറേ നേരം അവിടെ നിന്ന് ഒരു 5-10 മിനിറ്റുകളാണ് അവന്മാർ നിർത്തി. അത് കഴിഞ്ഞിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ മാക്സിമം നമ്മൾ പൈസ കൊടുക്കാതിരിക്കുക. നമ്മുടെ പേപ്പറെല്ലാം പക്കയാണെങ്കിൽ നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ മാസ്ക് കറക്റ്റാണ്, ഹെൽമെറ്റ് ഉണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിൽ പൈസ കൊടുക്കാൻ നിൽക്കേണ്ട ആവശ്യമേ ഇല്ല. ഇല്ലെങ്കിൽ അമ്മ പൈസ മേടിക്കും. പിന്നെ വണ്ടി കൈ കാണിച്ച് നിർത്തുന്ന സമയത്ത് അപ്പം തന്നെ നമ്മൾ വണ്ടി നിർത്തുമ്പോൾ തന്നെ നമ്മൾ താക്കോൽ ഊരി കൊടുക്കണം. അവന്മാരുടെ കയ്യിൽ താക്കോൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൈസ മേടിക്കാതെ അവന്മാർ താക്കോൽ തിരിച്ച് തരത്തില്ല. നമ്മൾ വണ്ടി കൊണ്ട് നിർത്തി അപ്പം തന്നെ നമ്മൾ താക്കോൽ ഊരിക്കുക. സെക്കൻഡുകൾക്കുള്ളിൽ താക്കോൽ ഊരി എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ വണ്ടിയുടെ താക്കോൽ അവന്മാരുടെ കയ്യിൽപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടത്തില്ല. അതാണ് ഒരു മെയിൻ കാര്യം. പിന്നെ ഇവന്മാർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ NOC ചോദിക്കുക. NOCയുടെ ആവശ്യങ്ങളൊന്നുമില്ല. പിന്നെ അത്രയ്ക്ക് നിർബന്ധമാണ് അവന്മാർ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ പറയുക വണ്ടി കൊണ്ടുവന്നിട്ട് ഒരാഴ്ച ആയുള്ളൂ എന്ന് പറയുക. അപ്പോൾ ഒരാഴ്ച ആയുള്ളൂ വണ്ടി വന്നിട്ട്, അടുത്ത ആഴ്ച തിരിച്ചു പോകുമെന്ന് പറയുക. അപ്പോൾ അവന്മാർ NOC വേണം നിർബന്ധം എന്ന് പറയുമ്പോൾ ഒരാഴ്ച ഇവിടെ ഓടുന്നതിന് ഇനിയിപ്പോൾ NOC എടുക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇച്ചിരി ധൈര്യമായിട്ട് സ്റ്റേണായിട്ട് നിൽക്കണം. നമ്മൾ താന്നു കൊടുത്തു കഴിഞ്ഞ്, ഒത്തിരി അങ്ങോട്ട് താന്നു കൊടുത്തു കഴിഞ്ഞാൽ ഉമ്മാർ ചിലപ്പോൾ തലയിൽ കയറുന്ന ചെവി തിന്നുന്ന അവസ്ഥയാവും. പൈസ മേടിച്ചെടുക്കും, നമ്മളെ എടുത്തിട്ട് വരട്ടും ഉമ്മാർ. അപ്പോൾ അതിലും താന്നു കൊടുക്കാതെ ഒരു മാക്സിമം ഒരു സെറ്റപ്പിൽ അങ്ങ് നിന്നാൽ മതി. പിന്നെ ലാംഗ്വേജ് അറിയില്ല എന്ന് ഓർത്തൊന്നും പേടിക്കുകയേ വേണ്ട. അതൊന്നും ഒരു വിഷയമില്ല. ഇവന്മാരോട് തമിഴ് പറഞ്ഞാലും മതി. അല്ല, ഹിന്ദി അറിയാവുന്നവരാണ് ഹിന്ദി പറയുക, തമിഴ് അറിയാവുന്നവരാണ് തമിഴ് പറയുക. ഇവന്മാരുടെ കന്നഡ തന്നെ പറയണമെന്നൊന്നുമില്ല. ഇവന്മാർക്ക് അത്യാവശ്യം എല്ലാവർക്കും പല ഭാഷകളും അറിയാവുന്ന ടീംസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഒരു വിഷയമേ അല്ല. പിന്നെ
വണ്ടിയുടെ പേപ്പറുകളെല്ലാം കറക്റ്റായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഓടിക്കുമ്പോൾ ഇവിടെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഒറ്റ ഒരുത്തനും മര്യാദയ്ക്ക് സിഗ്നൽ പോലും നോക്കി വണ്ടി ഓടിക്കാത്ത ടീംസാണ്. അതായത് കൂടുതലും പിള്ളേർ, കൊച്ചു കൊച്ചു പിള്ളേർ വീട്ടിൽ നിന്നൊക്കെ വണ്ടി കൊടുത്ത് വിടുന്നത് എങ്ങനെയാണെന്ന് അറിയട്ടെ, എടുത്തുകൊണ്ട് തന്നെയാണോ അതോ കൊടുത്തു വിടണേന്ന് അറിയത്തില്ല. കൊച്ചു കൊച്ചു പിള്ളേരൊക്കെയാണ് വണ്ടി കൊണ്ട് നടക്കണത്. അത് ഹെൽമെറ്റ് പോലും ഇല്ല, മാസ്ക് പോലും ഇല്ലാണ്ടൊക്കെ ഓരോ കന്നാലി ചെറുക്കന്മാർ ഇറങ്ങി നടക്കണത്. പിന്നെ സിഗ്നലിൽ ഏറ്റവും ഡേഞ്ചറും ഇവന്മാർ തന്നെയാണ്. ഇവന്മാർ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ സിഗ്നൽ വീണ് കിടക്കുന്ന സമയത്ത്, റെഡ് കിടക്കുന്ന സമയത്ത് ഇവന്മാർ ബൈക്ക് എടുത്തുകൊണ്ട് കയറി പോകും. പിന്നെ നമ്മുടെ നാട്ടിൽ കാണിക്കുന്ന പോലെ നമ്മൾ പെട്ടെന്നൊന്ന് അങ്ങോട്ടും വെട്ടിക്കണമെന്ന് വിചാരിച്ച് വെട്ടിക്കരുത്. വെട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് പുറകെ വന്നെ വെടിയും തീയും പോലെ ആയിരിക്കും, പിന്നെ വന്ന് ഇടിച്ച് കയറി കിടക്കത്തുള്ളൂ. മറ്റൊരുത്തനും വെളിവോടുകൂടി വണ്ടി ഓടിക്കുന്നവന്മാർ ഇവിടെ കുറവാണ് ഈ നാട്ടുകാരിൽ. ഈ നാടിൻ്റെ പ്രത്യേകതയാണോ എന്നാന്ന് എനിക്കറിയത്തില്ല. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നിങ്ങളൊരിക്കലും പൈസ ഒന്നും കൈ കൊണ്ട് നടക്കണ്ട. ATM, മറ്റേ ഫോൺ പേ, ഗൂഗിൾ പേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ മൊത്തം. ഞാൻ വന്നിട്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് കയ്യിൽ പൈസ കൊണ്ട് നടക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം എല്ലാ കടകളും, പെട്ടിക്കടകളിൽ പോലും ഫോൺ പേയും ഗൂഗിൾ പേയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു കേസിൽ വിഷയമില്ല. പൈസ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകുന്നവർക്ക് ഒരു ടെൻഷൻ വേണ്ട. എല്ലായിടത്തും ഫോൺ പേയും ഗൂഗിൾ പേയും ആണ്. അതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് ഏറെക്കുറെ. അത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ വണ്ടി കൊണ്ടുവരുമ്പോൾ പേപ്പറുകളൊക്കെ പക്കയായിട്ട് നോക്കുക, ഓടിക്കുന്നതും പക്കയായിട്ട് ഓടിച്ചുകൊണ്ട് പോയാൽ മതി. ഇല്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. ഈ പോലീസുകാർ, ഇവിടുത്തെ ട്രാഫിക് പോലീസ് നിസാര ഒരു കേസ് മതി അവന്മാർക്ക്. അപ്പോൾ സിഗ്നലിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ ഒന്ന് ഇച്ചിരി സ്പീഡിലെടുത്ത അതാണേലും അവന്മാർ അപ്പുറം നിൽപ്പുണ്ടാകും, സിഗ്നലിൻ്റെ അപ്പുറം നിൽപ്പുണ്ടാകും. അവന്മാർ പൈസ മേടിച്ചെടുത്തിരിക്കും. അവന്മാർ എന്തെങ്കിലും കൂടായ്പ പറഞ്ഞ് പൈസ മേടിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ.